ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വഖഫ് ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. വഖഫ് ബോർഡുകൾ മതേതരമാക്കുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബില്ലിനെ എതിർത്ത് പ്രതിപക്ഷം. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോൺഗ്രസ്. സമൂഹത്തിൽ ഭിന്നിപ്പിനിടയാക്കുമെന്ന് CPIM. ബില്ലിനെ എതിർത്ത എംപിമാരുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി BJP. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തായ്ലൻഡിലേക്ക് പുറപ്പെടും. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വഖഫ് ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ബിൽ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവാണ് സഭയിൽ അവതരിപ്പിച്ചത്. മുസ്ലിം വിഭാഗത്തിന്റെ മതവിശ്വാസം സംബന്ധിച്ചതല്ല ഈ ബില്ലെന്നും വഖഫ് സ്വത്ത് വകകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും മന്ത്രി വ്യക്തമാക്കി. വഖഫ് ബോർഡുകൾ മതേതരമാക്കുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. വഖഫ് ബോർഡുകളിൽ മുസ്ലിം വിഭാഗങ്ങൾക്കൊപ്പം വനിതകളുടെയും മറ്റ് മതവിശ്വാസികളുടെയും പ്രാതിനിധ്യം ഇതിലൂടെ ഉറപ്പുവരുത്തും. നിലവിലെ നിയമത്തിന്റെ ദുരുപയോഗം തടയുകയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും ശ്രീ കിരൺ റിജിജു വ്യക്തമാക്കി. गवर्नमेंट किसी भी धार्मिक व्यवस्था को, किसी भी रिलीजियस इंस्टीट्यूशन कोई धार्मिक काम में हस्तक्षेप करने नहीं जा रहा है. ना ही वक्फ बोर्ड किसी धार्मिक स्थल की व्यवस्था में कोई भी तरीके से हाथ डालने का प्रावधान है, बिल्कुल नहीं है. ये वक्फ बोर्ड का जो प्रावधान किसी मस्जिद, किसी मंदिर, किसी धार्मिक स्थल का व्यवस्था का कोई लेना देना नहीं है. ये सिंपली एक प्रॉपर्टी का मैनेजमेंट का विषय है. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനിടെയാണ് ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് കോൺഗ്രസ് അംഗം ഗൌരവ് ഗൊഗോയ് പറഞ്ഞു. സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണിതെന്ന് ബില്ലിനെ എതിർത്തുകൊണ്ട് CPIM MP K. രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂനപക്ഷത്തിനെതിരെ നടത്തുന്ന നീക്കമാണിതെന്ന് കോൺഗ്രസ് MP KC വേണുഗോപാൽ വിമർശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ലിംഗനീതിയും ഉറപ്പുവരുത്തുകയാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് BJP അംഗം രവിശങ്കർ പ്രസാദ് പറഞ്ഞു. ബിൽ മുസ്ലിം വിരുദ്ധമാണെന്ന് വരുത്തി തീർക്കാൻ തുടക്കം മുതൽ നീക്കം നടക്കുന്നതായി ബില്ലിനെ അനുകൂലിച്ച് JDU നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് രഞ്ജൻ സിംഗ് ചൂണ്ടിക്കാട്ടി. മുനമ്പം വിഷയത്തിലുൾപ്പെടെ പരിഹാരം കാണാൻ വഖഫ് ഭേദഗതി ബില്ലിലൂടെ സാധിക്കുമെന്ന് BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുകയാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നിയമം വരുന്നതോടുകൂടി വഖഫ് ശുദ്ധീകരിക്കപ്പെടും. ഉദാഹരണത്തിന് മുനമ്പത്തെ ജനങ്ങൾ, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കൃഷിക്കാർ ഒക്കെ അനുഭവിക്കുന്ന ആശങ്കകളുണ്ട്. അതെല്ലാം ദൂരീകരിക്കപ്പെടും. ഈ ബില്ല് ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഒരു ധീരമായ നിലപാടായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. വഖഫ് ഭേദഗതി ബിൽ മതേതര കക്ഷികൾക്ക് അംഗീകരിക്കാനാവില്ലെന്നും ബില്ലിനെ ശക്തമായി എതിർക്കുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ബില്ല് സഭയിൽ പാസായാൽ ഇതിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം വിഷയത്തിന് വഖഫ് ഭേദഗതിയുമായി ബന്ധമില്ലെന്നും കേരള സർക്കാരിന് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണിതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മതേതര കക്ഷികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു നിയമമാണ്. കോൺഗ്രസുമായി ഇന്നലെ വിശദമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും പരസ്പരം ആലോചിച്ചിട്ട് തന്നെ എടുത്തൊരു നിലപാടാണ്. ബില്ല് പാസ്സായാലും സ്വാഭാവികമായി അതിനെതിരായി കോടതിയിൽ പോവും. ആ കോടതിയിൽ ഫൈറ്റ് ചെയ്യും. അത് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്ത പ്രതിപക്ഷ MPമാരുടെ ഓഫീസിലേക്ക് സംസ്ഥാനത്ത് BJP പ്രതിഷേധ മാർച്ച് നടത്തി. ബില്ലിനെതിരെ നിലപാടെടുത്ത UDF LDF MPമാരുടെ ഓഫീസിലേക്ക് നടന്ന മാർച്ച് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രിയങ്ക ഗാന്ധി, ശശി തരൂർ, ET മുഹമ്മദ് ബഷീർ, MP അബ്ദുൾ സമദ് സമദാനി, ആന്റണി ഉൾപ്പെടെയുള്ള MPമാരുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തായ്ലൻഡിലേക്ക് പുറപ്പെടും. 2 ദിവസം നീളുന്ന സന്ദർശനത്തിനിടെ തായ്ലൻഡ് പ്രധാനമന്ത്രി പെയ്റ്റോങ് ടാൻ ഷിനവത്രയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. നിരവധി കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. പ്രധാനമന്ത്രിയുടെ 3ാമത്തെ തായ്ലൻഡ് സന്ദർശനമാണിത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ നാളെ വീണ്ടും ചർച്ച നടത്തും. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വൈകുന്നേരം 3 മണിക്കാണ് ചർച്ച. CITU, INTUC തൊഴിലാളി സംഘടനാ പ്രതിനിധികളെയും
ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സമരം ആരംഭിച്ച ശേഷം ഇത് 3-ാം തവണയാണ് ആശാപ്രവർത്തകരെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഒരു വിഭാഗം ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം 52-ാം ദിവസത്തിലേക്കും അനിശ്ചിതകാല നിരാഹാര സമരം 14-ാം ദിവസത്തിലേക്കും കടന്നിരിക്കുകയാണ്. ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങളിലെ മികവിന് ദേശീയ പുരസ്കാരം സ്വന്തമാക്കി കേരളം. ഇക്കഴിഞ്ഞ ഡിസംബർ 7 മുതൽ മാർച്ച് 7 വരെ നടന്ന 100 ദിന കർമ്മ പരിപാടിയിൽ പരമാവധി നാറ്റ് ടെസ്റ്റ് ചെയ്തതിനുള്ള പുരസ്കാരമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. 5588 ക്ഷയരോഗ ബാധിതരെ കണ്ടെത്തി തുടർ ചികിത്സ നൽകാനും സംസ്ഥാനത്തിന് സാധിച്ചു. കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്ര ആരോഗ്യമന്ത്രി അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ മുതൽ ആരംഭിക്കുന്ന സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025-ൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ള 16 സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കും. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷവും നയങ്ങളും നവീകരണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് മഹാകുംഭിന്റെ 2ാം പതിപ്പാണിത്. ലോകമെമ്പാടുമുള്ള വ്യവസായ വിദഗ്ധരും യൂണിക്കോൺ സ്ഥാപകരും 3 ദിവസം നീളുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ സ്റ്റാർട്ടപ്പ് മഹാകുംഭിലെ പങ്കാളിത്തം സഹായകമാകുമെന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക പറഞ്ഞു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ വിഷു ഈസ്റ്റർ ചന്തകൾ ഈ മാസം 12-ന് ആരംഭിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം 11-ന് മന്ത്രി VN വാസവൻ നിർവഹിക്കും. ഏപ്രിൽ 21 വരെ തുടരുന്ന വിഷു ഈസ്റ്റർ ചന്തയിലൂടെ നിത്യോപയോഗ സാധനങ്ങൾ 40% വരെ വിലക്കുറവിൽ ലഭ്യമാകും. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം മൂലം വിവിധ ജില്ലകളിൽ കന്നുകാലികളുടെ മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഉരുക്കൾ നഷ്ടപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം അനുവദിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിലെ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. ക്ഷീര കർഷകർക്ക് താപനില സംബന്ധിച്ച മുന്നറിയിപ്പുകൾ SMS-ലൂടെ അറിയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ 1-ാം സമ്മാനമായ 10 കോടി രൂപ SG 513715 എന്ന ടിക്കറ്റിന് പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. 250 രൂപയായിരുന്നു ടിക്കറ്റ് വില. മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ EV ശ്രീധരൻ അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ വടകരയിലെ ആശുപത്രിയിലാണ് അന്ത്യം. കേരള കൗമുദി, കലാകൗമുദി, വീക്ഷണം തുടങ്ങിയ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് രാത്രി വള്ളിക്കാട്ട് പടവെട്ടും താഴെ വീട്ടുവളപ്പിൽ നടക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യപാദ സെമിയിൽ ഇന്ന് രാത്രി 7:30-ന് ഗോവ ബംഗളൂരുവിനെ നേരിടും. മോഹൻ ബഗാനും ജംഷഡ്പൂരുമായുള്ള സെമി ഫൈനൽ മത്സരം നാളെയാണ്. ഈ മാസം 6-7 തീയതികളിലാണ് 2ാം പാദ സെമി. 12-നാണ് ഫൈനൽ മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെയും അനുബന്ധ ദുരന്തങ്ങളുടെയും തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ദേശീയ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ സംയുക്തമായി ഈ മാസം 11-ന് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. എറണാകുളം ഒഴികെയുള്ള 13 ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട 26 സ്ഥലങ്ങളിൽ ഒരേ സമയമാണ് മോക്ക് ഡ്രിൽ നടക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 593 പോയിന്റ് നേട്ടത്തിൽ 76,617-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 167 പോയിന്റ് ഉയർന്ന് 23,322-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 68,080 രൂപയാണ് ഇന്നത്തെ വില. ചലച്ചിത്ര നടി ഷീല വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം നാളെ കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ നടക്കും. സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന പരിപാടിയിൽ 130-ലേറെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. വഖഫ് ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. വഖഫ് ബോർഡുകൾ മതേതരമാക്കുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബില്ലിനെ എതിർത്ത് പ്രതിപക്ഷം. ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് കോൺഗ്രസ്. സമൂഹത്തിൽ ഭിന്നിപ്പിനിടയാക്കുമെന്ന് CPIM. ബില്ലിനെ എതിർത്ത MP-മാരുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി BJP. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തായ്ലൻഡിലേക്ക് പുറപ്പെടും. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.